ഹലോ, ഞങ്ങളിന്ന് സൺഡേ ആണ്. ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് ഇന്ന് ജസ്റ്റ് ഫിഷ് മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഫിഷ് മാർക്കറ്റിലേക്ക് ഫിഷ് മേടിക്കണം. പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള നാടൻ മുട്ടകളില്ലേ, നമ്മുടെ നാടൻ മുട്ടകളുടെ ഏരിയ ഉണ്ട് അവിടെ ഫിഷ് മാർക്കറ്റിൽ, ധൈര്യയിൽ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മുട്ടയും മേടിക്കും, ഫിഷ് മേടിക്കും. അതിനുള്ള പോക്കാണ്. അപ്പോൾ കൊണ്ടുപോയാണ് ഇപ്പോൾ സിഗ്നലിൽ നിൽക്കുന്നു. ഇതാണ് നമ്മുടെ ഡ്രൈവർ പൾസ്ബർ. ഓക്കെ, നമ്മളപ്പോൾ ലാർജസ്റ്റ് ഫുഡ് മാർക്കറ്റ് ഇൻ ദുബായ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവരുടെ വലിയ ലേബിൾ അവിടെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാർ പാർക്കിങ്ങിലേക്ക് ഇപ്പോൾ എത്തും. നമ്മളിപ്പോൾ കാർ പാർക്ക് ചെയ്യാൻ പോവാണ്. വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ നിന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ അവിടെ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. പാർക്കിംഗ് കിട്ടി. യൂഷ്വലി തിരക്കുണ്ടാവാറുണ്ട് പാർക്കിങ്ങിൽ, ഇപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ എസ്കലേറ്ററിൽ കയറുമ്പോൾ ചെറുതായിട്ടൊരു പണി കിട്ടി. എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ നടന്ന് കയറേണ്ടി വന്നു. അതാണ് ചിരിക്കണത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റും ഉണ്ട്, വെജിറ്റബിൾ മാർക്കറ്റും ഉണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് വിചാരിച്ചു വെജിറ്റബിൾ മാർക്കറ്റിൽ പോകാം. നമുക്ക് കുറച്ച് ഓർഗാനിക് എഗ്ഗ് മേടിക്കാനുണ്ടായിരുന്നു. ഇവിടെ കിട്ടും ഈ വെജിറ്റബിൾ മാർക്കറ്റിൽ ഓർഗാനിക് എഗ്സ് കിട്ടും. അത് കാടമുട്ടയാവും, കോഴിമുട്ട, താറാമുട്ട, എല്ലാതും കിട്ടും നമുക്ക്. ഇതാണ് എൻ്റെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ എൻട്രൻസ് വരുന്നത്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഇവിടെ ഈ ലോകത്ത് കിട്ടുന്ന എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാതും ഞാനങ്ങനെ കറക്റ്റ് കണ്ടിങ് പറയാൻ പറ്റില്ല, അറിയില്ല എനിക്ക്. പക്ഷേ ഓൾമോസ്റ്റ് ഒരുവിധം നമ്മൾ കഴിക്കുന്ന എല്ലാ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും ഇവിടെ അവൈലബിൾ ആണ്. ഫ്രഷ് ആയിട്ട് തന്നെ തോന്നുകയും ചെയ്യും. നമ്മൾ നോർമൽ റേറ്റൊക്കെ ഏകദേശം സെയിം ഒക്കെ തന്നെയായിരിക്കും. പിന്നെ കണ്ട വാട്ടർമെലൺസ്, എല്ലാ സീസണൽ ഫ്രൂട്ട്സും ഉണ്ടായിരിക്കും, നോൺ സീസണൽ ഫ്രൂട്ട്സും ഉണ്ടായിരിക്കും. പിന്നെ നാടനായിട്ടുള്ള നമ്മുടെ നാട്ടിലത്തെ പച്ചക്കറികളൊക്കെ ഉണ്ടാവുമല്ലോ, അതും നമുക്കിങ്ങനെ കിട്ടും അവിടെ. പിന്നെ ഇവിടെ പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ഫ്രഷ് നമ്മൾ പ്ലാന്റ്സും നമുക്ക് മേടിക്കാനായിട്ട് ഒരുപാട് കളക്ഷനൊന്നുമില്ല, എന്നാലും ഒരു ചെറിയൊരു യൂണിറ്റ് അവിടെ കണ്ടായിരുന്നു. പിന്നെ നമ്മളതിലേക്ക് കൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ കാണാൻ നമുക്ക് എൻഡിലായിട്ടാണ് വരണത് നമ്മുടെ ഓർഗാനിക് എഗ്സിൻ്റെ സ്ഥലം. കൂടുതൽ ആൾക്കാർ ഇവിടെ ഉള്ളവർ, നമ്മൾ മുട്ടയൊക്കെ മേടിക്കുന്ന ഷോപ്പിലത്തെ പിള്ളേരൊക്കെ തൃശ്ശൂരുള്ളവരാണ് കേട്ടോ. എല്ലാവരും ഇല്ല, നമ്മൾ മേടിക്കുന്ന ഈ ഷോപ്പിലത്തെ ഇപ്പോഴും തൃശ്ശൂരുകാരനാണ്. ഇവിടെ ഓർഗാനിക് എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ചെറിയ സ്കെയിലൊക്കെ പ്രൊഡക്ഷനുള്ള ഈ പിക്കിൾസ്, പിന്നെ ഉപ്പിലിട്ടിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടല്ലോ, അതും. പിന്നെ ഓർഗാനിക് ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഗീ, അങ്ങനെയൊക്കെ ഇതൊക്കെ എഗ്ഗാണ്. അത് കോഴിമുട്ട. ഓസ്ട്രിച്ചിൻ്റെ മുട്ടയുടെ ഇത് അവർ ജസ്റ്റ് ഡിസ്പ്ലേ പീസ് വെച്ചിട്ടുള്ളതാണ്. ഇത് ചെക്ക് ചെയ്യുക, നല്ല എഗ്ഗാണോ നല്ല എഗ്ഗല്ലേ എന്ന് ടോർച്ച് വെച്ച് അടിച്ചിട്ട് അവർ ചെക്ക് ചെയ്യുവാണ്. എന്നിട്ട് അതിന് നല്ലത് നമുക്ക് എടുത്തു തരും. അതിൽ നല്ലതല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇങ്ങനെ ലൈറ്റ് അടിക്കുമ്പോൾ കാണും, അപ്പോൾ അവരത് മാറ്റി വയ്ക്കും. പിന്നെ അടുത്ത മാസം നമ്മൾ വരണമല്ലോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ മേടിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. ഒരുപാട് വാട്ടർമെലൺസ് ടേസ്റ്റ് ചെയ്യാൻ തരും ഇവരെ, ഫ്രൂട്ട്സൊക്കെ ആയിട്ട്. പിന്നെ വീണ്ടും നമ്മൾ തിരിച്ച് ഫിഷ് മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നടക്കുവാണ്. അധികം തിരക്കുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. ഇനി നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്ക് പോവാം. ഫിഷ് മാർക്കറ്റിൽ വലിയ ഹ്യൂജ് ഏരിയ തന്നെയാണ്. അതിലിപ്പോൾ ഞങ്ങളിപ്പോൾ ചെന്നപ്പോഴാണ് കാണുന്നത്, എന്താ പറയുക, അവിടെ റിനോവേഷനല്ല, എക്സ്റ്റൻഷനാണെന്ന് തോന്നുന്നു. ഇതൊക്കെ പുതിയ യൂണിറ്റ്സാണ്. യൂഷ്വലി ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും, എസ്പെഷ്യലി വീക്കെൻഡ്സിൽ ഭയങ്കര റഷും ആയിരിക്കും. ഒരുപാട് ഫിഷും ഉണ്ടാവും. ഇപ്രാവശ്യം എന്താണാവോ അധികം ഫിഷൊന്നും കൂടുതൽ അങ്ങനെ കണ്ടില്ല. ഒരു നോർമൽ ഇതിൽ ഇതുപോലെയല്ല കണ്ടിരുന്നത്. നമ്മളങ്ങനെ എപ്പോഴും ഫിഷ് മാർക്കറ്റിൽ വരാറില്ല, വല്ലപ്പോഴൊക്കെ തന്നെ വരുള്ളൂ. പക്ഷേ എഗ്ഗ് മേടിക്കും. ഒരു 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഓർഗാനിക് എഗ്സ് മേടിക്കാം. ഫിഷുകളുണ്ട്, പക്ഷേ എല്ലാതും നല്ലതാണ്, ഫ്രഷാണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അവർ ഒരുപാട് സീ ഫുഡ്സും ഉണ്ട്. അവർ ഐസിൽ വെച്ചുകൊണ്ടേ നമുക്ക് അതിൻ്റെ ഫ്രഷ്നെസ് നമുക്ക് അറിയാൻ പറ്റില്ല. വീട്ടിൽ പോയിട്ട് ഐസിൻ്റെ ഇതൊക്കെ മാറി ആകുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ മേടിച്ചിട്ട് തിരിച്ചു പോകുന്നു. ട്രോളിയൊന്നും ഉണ്ടായിരുന്നില്ല, ബൈ ഹാൻഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ പോകുന്നു. ഇനി വേറെ
ദിവസം ഓർഗാനിക് എഗ്ഗ് മേടിക്കാൻ പോകുമ്പോൾ കാണാം. ബായ്.